ഇതാണ് വെള്ളരിക്കയും പരിപ്പും ഒഴിച്ചേറി. ഇതിൽ തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങയും ചേർക്കാം കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയും ചേർക്കാം. കറിക്ക് കുറച്ച് പുളി കൂടുന്നു അതേ ഉള്ളൂ, പക്ഷേ കറിക്ക് നല്ല സ്വാദ് തന്നെയുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പൊതുവേ എൻ്റെ വെജിറ്റേറിയൻ കറികൾ കുറച്ചധികം പ്രേക്ഷകരുണ്ട്. ഈ കറിയും ഹിറ്റാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇത് അപാര സ്വാദാണ്. ഇതിൽ ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ട് കൂടുതൽ നല്ല കറികൾ ഉണ്ടാക്കാം. അത് വഴിയെ നമ്മളിന്ന് പരിപ്പും വെള്ളരിക്കയും ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല കഴുകി വെള്ളത്തിലിട്ടിട്ടുള്ള പരിപ്പാണ്. കുറച്ച് പരിപ്പ് ഒരു 2 പിടിയുള്ളൂ, ഒരു 1/2 കപ്പോളം കഷ്ടി ഉണ്ടാവും. അത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നല്ല കഴുകി എടുത്തിട്ടുള്ള പരിപ്പാണ്. നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പ്. അതിലേക്കൊരു 1/4 കിലോ വെള്ളരി. നിങ്ങൾക്കിത് വെള്ളരിക്ക് പകരം കുമ്പളങ്ങയും ഇതിനകത്ത് ഇതേ പ്രൊസീജിയർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഒരു തണ്ട് വേപ്പില, 1 സ്പൂണ് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇത്രയുമാണ് ഇതിൽ വേണ്ടത്. വെള്ളം 2 കപ്പ് എന്നിങ്ങനെ അടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളരിക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം, ആ രീതിയിൽ നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇത്രയും ആയതിനു ശേഷം നമുക്കിതൊന്ന് കത്തിക്കാം. ആദ്യത്തെ വിസില് ഫുൾ തീയിലും, 2ാമത്തെയും 3ാമത്തെയും വിസില് ലോ ഹീറ്റിലും വയ്ക്കാം. പെട്ടെന്നാവും കേട്ടോ. വെള്ളരിക്കയും ഉരുളക്കിഴങ്ങും നമ്മൾ വാങ്ങി വെച്ചു. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു സ്പൂണൊക്കെ എണ്ണ മതി. അതിലേക്കൊരു 10 ചെറിയ ഉള്ളി ചതച്ചത്, 2 വെളുത്തുള്ളി ചതച്ചത്, ഇത് രണ്ടും ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പും ചേർക്കാം. 1/2 സ്പൂൺ മതി. കാരണം വെച്ചാൽ നമ്മൾ വെള്ളരിക്കയും പരിപ്പും ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ ഉപ്പിട്ടിരുന്നു. അതുപോലെ തേങ്ങ അരച്ചിട്ടുള്ള നമ്മൾ ഉപ്പിടണം. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഈ ഉള്ളി ഒന്ന് വഴറ്റിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അത് നന്നായി ഇളക്കുക. ഉള്ളി വല്ലാണ്ട് വാടൊന്നും വേണ്ട, ഒന്ന് ചൂടായി ഒന്ന് വാടി കിട്ടിയാൽ മതി. കളർ മാറുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇവർക്ക് ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. കളർ മാറില്ല, ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പരിപ്പും വെള്ളരിക്കയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കുറച്ച് വെള്ളം ഉണ്ടാവും, കാരണം വെള്ളരിക്കയിൽ നിന്ന് വെള്ളം കുറച്ചിറങ്ങും. പിന്നെ നമ്മൾ ഒരു 1/2 കപ്പോളം 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഉണ്ടാകും ഇതിനകത്ത്. ആ വെള്ളം നമുക്ക് ഉപയോഗപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പരിപ്പും അതുപോലെ തന്നെ
വെള്ളരിയൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. കുറച്ച് വെള്ളരിക്ക നമ്മൾ ഈ കയ്യിൽ കൊണ്ടൊന്ന് ഉടയ്ക്കുക. അധികമൊന്നും വേണ്ട, എല്ലാ വെള്ളരിക്കും ഉടയ്ക്കരുത്, കുറച്ച് കടിക്കാനുണ്ടാകണം. തീയൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് വെള്ളരിക്ക ഈ കയ്യിലുകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം പരിപ്പും ഉടഞ്ഞോളും. പരിപ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ ഉടഞ്ഞു പോരും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നന്നായി ഇളക്കിയ ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം മുഴുവൻ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിൻ്റെ വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയും പറഞ്ഞ പോലെ ഉടഞ്ഞൊന്നും വരണ്ട, തക്കാളി ഒന്നും മൂത്താൽ മതി. ഒന്ന് ഇളക്കുക. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കും. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് വരും. ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചട്ടിയാണ്, മൺചട്ടിയാണ്. അപ്പോൾ ചൂടായിരുന്നോളും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ഇതിനോടൊപ്പം തന്നെ തക്കാളിയും വെന്തു. നമ്മൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചതാണ്. ഇതിൽ ജീരകം, 1/2 സ്പൂണ് ഉപ്പ്, 1 പച്ചമുളക്, 1 ചെറിയ ഉള്ളി, ഇത്രയും ഈ അരപ്പിലുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 തേങ്ങയും അതിനോടൊപ്പം ഈ പറഞ്ഞ സാധനങ്ങളുമാണ്. അതായത് ഒരു 1/2 സ്പൂണ് ഉപ്പ്, 1 പച്ചമുളക്, അതുപോലെ തന്നെ 1 ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ഈ ഇതിനകത്ത് മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ മിക്സിയിലെ തേങ്ങ ഒന്ന് ഇതാക്കിയിട്ട് അതിൽ കൊടുക്കുക. അതുപോലെ തന്നെ മിക്സിയുടെ അടപ്പിലും തേങ്ങയുണ്ട്, അതും കുറച്ച് വെള്ളം ചേർത്ത് ഈ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് ചേർത്തു നന്നായി ഒന്ന് എടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കണ്ട. തിള വന്ന് തുടങ്ങുന്ന സ്റ്റേജിൽ നമുക്ക് നിർത്തണം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ബാക്കിയുമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പച്ചമുളക്, 1 തണ്ട് വേപ്പില, ഇത്രയും സാധനം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം തിള ഇങ്ങനെ വന്നു തുടങ്ങി. പതയെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, തിള വന്നു തുടങ്ങുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പാകത്തിനാണ്. നോക്കി വേണമെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ഭാഗം ഇത്രയും. ഇതാണ് കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഇനി നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. ഒരു ചെറിയ പണി കൂടി ചെയ്യേണ്ട, അതാണ് ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഒരു ചട്ടി, താളിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക്
1 സ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇടുന്നു. അതൊന്ന് ബ്രൗൺ കളറിൽ മൂത്ത് വരണം. അത് മൂത്ത് വരുമ്പോൾ ഒരു 2 വറ്റൽമുളക്, ഒരു ഇതൾ വേപ്പില, ഇത്രയും അതിനകത്തേക്ക് ചേർക്കാം. ഇത്രയുമാണ് വറുത്തിടാൻ ആവശ്യമുള്ളത്. ഇനി ഉള്ളി നല്ല ബ്രൗൺ കളറാകുന്നവരെ അതൊന്ന് വറുക്കാം. ഉള്ളി ബ്രൗൺ കളറാകുമ്പോഴേക്കും മുളകും വേപ്പിലയും ഒന്ന് വറുത്ത് വരും. ഇതായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് അത് ഒഴിക്കുക. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഇളക്കരുത്, പകരം ഇത് അടച്ചു വയ്ക്കുക. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക. ഇല്ലെങ്കിൽ അത് വിളമ്പുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് വിളമ്പും. കാരണം നമ്മൾ ഈ വറുത്തിടുന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഫീൽ കറിയിലേക്ക് ഇറങ്ങാനായിട്ടാണ്. ഇത്രയുമാണ് നമുക്ക് കറിയിൽ ചെയ്യാനുള്ളത്.